ഈ ക്ഷീണം കൂടാതെ വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് ശരീരം കാണിക്കാവുന്ന മറ്റ് ലക്ഷണങ്ങൾ എന്തൊക്കെ? ഇപ്പോൾ വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ പേഷ്യൻസ് വന്ന് പറയും അവർക്ക് ഹെയർ ഫോൾ ഉണ്ടാവും. അതുപോലെ തന്നെ പെട്ടെന്ന് മൂഡ് ചേഞ്ച് ആവുക. ചിലപ്പോൾ നല്ല സന്തോഷമുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്നൊരു ഡിപ്രഷനിലേക്ക് പോവുക. ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് മൂഡ് സ്വിങ്സ് വരും. അതുപോലെ തന്നെയാണ് മസിൽ ക്രാമ്പ്, കാലിൽ മസിൽ കയറുന്ന പോലെ എന്ന് പറയും, വേറെ റീസണൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെയാണ് മെയിനായിട്ട് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ളവർ കാണിക്കുന്ന ലക്ഷണം എന്ന് പറയുന്നത്. പക്ഷേ അവർ വിചാരിക്കുക എന്തോ അസുഖം വരുന്നതിൻ്റെ ഒരു മുന്നോടിയായിട്ട് നമ്മുടെ ബോഡി കാണിക്കുന്ന ലക്ഷണമാണെന്ന് വിചാരിക്കും. പക്ഷേ ലാസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴായിരിക്കും ഈ ഒരു വൈറ്റമിൻ ഡി കുറവാണെന്ന് കാണിക്കുന്നത്. അതിന് നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ പറയും വെയിൽ കൊള്ളാൻ പറയും. ഇളം വെയിൽ കൊള്ളുക, ഒരു 15 അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ് വെയിൽ കൊള്ളാൻ പറയും. അതുപോലെ തന്നെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ളവർ അത് മേക്ക് ഓവർ ചെയ്യാനുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. വൈറ്റമിൻ B12 ഡെഫിഷ്യൻസിയും ഇതേപോലെ തന്നെയാണ്. വൈറ്റമിൻ B12 ആവുന്ന സമയത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ക്ഷീണം മെയിൻലി ഉണ്ടാവുന്നതിൻ്റെ പ്രധാന കാരണം വരിക ഇത് ഞരമ്പുകളെ ബാധിക്കും. അതായത് ഈ വൈറ്റമിൻ B12 നമ്മുടെ ശരീരത്തിലുള്ള ഞരമ്പുകൾക്കൊരു കോട്ടിംഗ് ഉണ്ട്, മൈലിൻ ഷീത്ത് എന്നാണ് പറയുക. അതായത് നമുക്ക് വയറിങ്ങിന് ഇൻസുലേഷൻ കൊടുക്കുന്ന പോലെ, ചെമ്പ് കമ്പിക്ക് പുറമെ ഇൻസുലേഷൻ കൊടുക്കുന്ന പോലെയാണ് ഈ മൈലിൻ ഷീറ്റ്, ഞരമ്പുകൾ നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഈ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി പലപ്പോഴും ഈ ഞരമ്പുകളെ ക്ഷയിക്കാൻ കാരണമാവും. അപ്പോൾ എന്താ ഉണ്ടാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള രക്തോട്ടം കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇമ്പൾസസ് കാര്യങ്ങളൊക്കെ കുറയും. അത് പലപ്പോഴും ബ്രെയിനിലോട്ട് നമുക്കൊരു ബ്രെയിൻ ഫോഗ് പോലെ, അതുപോലെ ശരീരത്തിൽ തളർച്ച കാര്യങ്ങൾ, മെമ്മറി കുറയ്ക്കുക, അതേപോലെയുള്ള കണ്ടീഷൻസൊക്കെ ഈ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ഉണ്ടാക്കുന്നതായിട്ട് കാണാറുണ്ട്. പക്ഷേ ജനറലി ഇത് കൂടുതലായിട്ട് ഈ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി കാണുന്നത് വെജിറ്റേറിയൻസിനാണ്, അതായത് പച്ചക്കറികൾ മാത്രം കഴിക്കുന്ന ആൾക്കാർക്ക്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടുതലായിട്ടുള്ളത് നോൺ വെജ് ഐറ്റംസിലാണ്. ചിക്കൻ, മുട്ട, മീറ്റ്, അതിലാണ് വൈറ്റമിൻ B12 കൂടുതലായിട്ട് കാണുക. അപ്പോൾ വെജിറ്റേറിയൻസ് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കഴിക്കാവുന്നതാണ് ഈ മുളപ്പിച്ച ചെറുപയർ, തേങ്ങാപ്പാൽ, ഇതെല്ലാം ധാരാളം വൈറ്റമിൻ B12 കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതവർ ഇങ്ങനെ ക്ഷീണം കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഡോക്ടേഴ്സ് കുറച്ച് ബ്ലഡ് ടെസ്റ്റുകൾ എന്തായാലും ചെയ്യാൻ പറയും. അപ്പോൾ ഇതിൽ ഡെഫിഷ്യൻസി ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ എന്തായാലും ഒന്ന് ഉൾപ്പെടുത്തുക. അതായത് തേങ്ങാപ്പാൽ ഉൾപ്പെടുത്താം, മുളപ്പിച്ച ചെറുപയർ ഉൾപ്പെടുത്തുക, അങ്ങനെ സ്പ്രൗട്ടഡ് ആയിട്ടുള്ള മുള വന്നിട്ടുള്ള സംഭവങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നതൊക്കെ ഈ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്താൽ മതിയായിരിക്കും. ചിലർക്ക് ഈ ഒരു ബ്ലഡ് ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ, HB കുറവാണെങ്കിലും ഈ ഒരു ടയർഡ്നെസ് ഫീൽ ആവും. അതായത് മെയിനായിട്ട് ഇപ്പം പൈൽസിൻ്റെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഹെവി ബ്ലീഡിങ് ഉള്ളവരിലാണെങ്കിലും ഇവരിത് ശ്രദ്ധിക്കില്ല. അവർ പറയും മെൻസസ് ആവുന്ന ടൈം അല്ലെങ്കിൽ ബ്ലീഡിങ് ഉള്ള സമയത്ത് നല്ല ക്ഷീണമായിരിക്കുന്നു. അപ്പോൾ നമ്മളൊന്ന് HB പോയി ചെക്ക് ചെയ്യുമ്പോൾ അത് 10 താഴെയൊക്കെ ആയിരിക്കും. അപ്പോൾ അത് കാരണം ഈ ഒരു ടയർഡ്നെസ് ഉണ്ടാവാം. സാധാരണ ഇങ്ങനെ പീരീഡ്സ് ടൈമിൽ ഹെവി ബ്ലീഡിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴാണിത് ചെക്ക് ചെയ്യേണ്ടത്? അതായത് പീരീഡ്സ് കഴിഞ്ഞതിന് ശേഷമാണോ അതോ ആ ഒരു ഇത് നടന്നുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ നമ്മൾ ചെക്ക് ചെയ്യണം? സാധാരണ പീരീഡ്സിൻ്റെ ബ്ലീഡിംഗ് എന്ന് പറയുന്നത് നോർമലായിട്ടൊരു 4 to 5 ഡേയ്സ് ആകുമ്പോഴേക്കും ആ ഒരു പീരീഡ് സ്റ്റോപ്പ് ആവും. പക്ഷേ ചിലരിൽ 10 അല്ലെങ്കിൽ ഒരു 15 ദിവസം കഴിഞ്ഞിട്ടും ബ്ലീഡിങ്, അതായത് ഹെവി ബ്ലീഡിങ് ആയിരിക്കും വിത്ത് ക്ലോട്ട്. അവർ മൂവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവർ ബോഡി ഒന്ന് ഷെയ്ക്ക് ആകുമ്പോഴേക്കും അവർക്ക് ഓവർ ബ്ലീഡിങ് ആയിരിക്കും. ഇങ്ങനെയുള്ളവരാണെങ്കിൽ നമ്മൾ അത് എന്താണ് കണ്ടീഷൻ, എന്ത് കണ്ടീഷൻ കൊണ്ടാണെന്ന് ആദ്യം കണ്ടെത്തണം. അതായത് ഇപ്പം ഫൈബ്രോയിഡ് അങ്ങനത്തെ, എൻഡോമെട്രിയോസിസ് അങ്ങനത്തെയൊക്കെ കണ്ടീഷൻ ആണെങ്കിൽ ഹെവി ബ്ലീഡിങ് ഉണ്ടാവും. അപ്പോൾ നമ്മളത് USG ചെയ്യിപ്പിക്കും. USG ചെയ്യിപ്പിച്ച് അതിലെന്താണോ കണ്ടീഷൻ ആ കണ്ടീഷനെ നമ്മൾ ട്രീറ്റ് ചെയ്യും. അല്ലാതെ നമ്മൾ കുറച്ച് ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാനുള്ള മരുന്ന് കൊടുത്തിട്ട് കാര്യമില്ല. അത് താൽക്കാലികമായിട്ട് ബ്ലീഡിങ് സ്റ്റോപ്പ് ആവും, പക്ഷേ വീണ്ടും അടുത്ത സൈക്കിള് പീരീഡ്സ് വരുമ്പം സെയിം ഇത് തന്നെയായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ഹെവി ബ്ലീഡിങ് ഉണ്ടാവുന്നതും HB കുറയുന്നതിൻ്റെ ഒരു ലക്ഷണമായിട്ട് പലരും പറയാറുണ്ട് എന്നുള്ളത്. അത് കറക്റ്റാണ്? അപ്പം ബ്ലഡ് കുറവുള്ളവർക്ക് ബ്ലീഡിങ് കൂടുതലായിരിക്കും, അതല്ലേ ഉദ്ദേശിച്ചത്? ശരിയാണല്ലേ. അതുപോലെ തന്നെ ഇറഗുലർ ആയിരിക്കും അവരുടെ ഒരു മെൻസസ് പാറ്റേൺ എന്ന് പറയുന്നത്. ഇപ്പം മെൻസസ് റെഗുലർ ആയിട്ടില്ലാത്തവരാണെങ്കിൽ നമ്മൾ HB ചെയ്യാൻ പറയും, HB നോക്കാൻ പറയും. അപ്പം അതും ഇതും ഓൾമോസ്റ്റ് കണക്റ്റഡ് ആണ്. അതേപോലെ സ്ത്രീകളിൽ പീരീഡ്സൊക്കെ നിൽക്കാറാവുന്ന സമയത്ത് ഒരുപാട് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടെന്ന് പറയാറുണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറയാൻ പറ്റും? മെനോപോസൽ ഏജ് ഒക്കെ അടുക്കുന്ന സമയത്തും ഇതേപോലെ തന്നെ സ്ത്രീകളിൽ പൊതുവെ ക്ഷീണം, ജനറലി സ്ത്രീകൾക്ക് ക്ഷീണം കാണപ്പെടാറുണ്ട്. ഒന്നാമത് അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വർക്കും
ചെയ്യുന്ന എന്താ പറയുക ഓൾ ഇൻ ഓൾ ആയിട്ട് ഡ്യൂട്ടി എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു സ്ട്രെസ്സിൻ്റെ ഭാഗമായിട്ട് ഈ ക്ഷീണം സ്ത്രീകളിൽ കണ്ടുവരാറുണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും അവരൊരു ക്ലോസ്ഡ് റൂമിലായിരിക്കും. അപ്പോൾ പലപ്പോഴും വൈറ്റമിൻ ഡീൻ്റെ കുറവ് അവരിൽ ഉണ്ടാവാറുണ്ട്. അനീമിയ വളരെ കോമൺ ആണ്, എല്ലാവർക്കും അനീമിക് ആയിട്ട് കാണാറുണ്ട്. ഭക്ഷണം ഒന്നാമത് കറക്റ്റായിട്ട് കഴിക്കുന്നതിൻ്റെ ഒരു ഇതുണ്ടായിരിക്കും. കാരണം എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞ് അല്ലെങ്കിൽ എല്ലാ ജോലിയും ചെയ്ത് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും അവർക്കുള്ള ഭക്ഷണം കഴിക്കൽ. അല്ലെങ്കിൽ ഈ പണിയും കൂടെ കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് കഴിക്കാം എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും. ഇത് പലപ്പോഴും അവർക്ക് ഡീഹൈഡ്രേഷൻ പോലുള്ള കണ്ടീഷൻസ്, വൈറ്റമിൻ ഡെഫിഷ്യൻസീസ്, അങ്ങനത്തെ കാരണങ്ങൾ കൊണ്ട് ക്ഷീണം വരാൻ കാരണമാവാറുണ്ട്. അതുപോലെ തന്നെയാണ് ഈ മെൻസ്ട്രൽ ചേഞ്ചസ്, ഹോർമോണൽ ചേഞ്ചസിൻ്റെ ആ ഒരു ഫ്ലക്ച്വേഷൻ കാരണം ഈ ക്ഷീണം ചിലർക്ക് കാണാറുണ്ട്. മെനോപോസൽ ഏജ് അടുക്കുന്ന സമയത്തും ഈ ക്ഷീണം വളരെ കോമൺ ആണ്. അതായത് ബോഡി ഭയങ്കരമായിട്ട് ഹീറ്റ് ആവുന്ന ഒരു പ്രകൃതം പലരും പറയാറുണ്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് കോൾഡ് ആവുന്നൊരു ശരീരപ്രകൃതം പറയാറുണ്ട്. അതുപോലെ തന്നെ തൈറോയിഡ് കണ്ടീഷൻസ് ഉണ്ടാവുന്ന സമയത്തും ഈ ക്ഷീണം വളരെ കോമൺ ആണ്. എസ്പെഷ്യലി ഹൈപ്പോ തൈറോയിഡിസം പോലുള്ള കണ്ടീഷൻ ഉണ്ടാവുന്ന സമയത്ത് ബോഡിയിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടായതിൻ്റെ ഭാഗമായിട്ട് PCOD പോലുള്ള ഇഷ്യൂസ് ഉണ്ടാവുമ്പോഴും സ്ത്രീകൾക്ക് പൊതുവെ ക്ഷീണം വളരെ കോമൺ ആയിട്ട് കാണപ്പെടാറുള്ള കാര്യങ്ങളാണ്.